പുതിയ സംഘർഷങ്ങളുണ്ടായി കാര്യങ്ങളൊക്കെ താറുമാറായി കിടക്കുന്നുണ്ടെങ്കിലും അമേരിക്ക ഇറാനുമായിട്ട് ചർച്ചകൾ തുടരാൻ ധാരണയായതായി ട്രംപ് തന്നെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന നാടകീയമായ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇറാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ചർച്ചകൾ തുടരാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചതെന്നും ട്രംപ് കുറിച്ചിട്ടുണ്ട്. എന്നാൽ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. ജൂണിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന സമാധാന കരാർ അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ കഴിഞ്ഞു തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് നിലവിലില്ല എന്ന അർത്ഥത്തിലും ട്രംപ് വാചകം എഴുതിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ഷിപ്പിംഗ് ഏജൻസിയുടെ ഒരു ഗവേണിംഗ് കൗൺസിലുണ്ട്. ഈ കൗൺസിലിൽ വ്യക്തമായിട്ട് എല്ലാ രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോകുമ്പോൾ അതിൻ്റെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കാൻ പോകുന്ന തരത്തിൽ നീക്കമുണ്ടായാൽ എല്ലാ രാജ്യങ്ങളും എതിർക്കണം. ഏതെങ്കിലും ഒരു രാജ്യം മാത്രം ഏകപക്ഷീയമായി ഇങ്ങനെ തീരുമാനിച്ചിട്ട് ഹോർമൂസിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാനുള്ള നീക്കത്തെ അപലപിക്കണം, എതിർക്കണം എന്ന് ഈ കൗൺസിൽ പറഞ്ഞിരിക്കുന്നതായി റിപ്പോർട്ടുകൾ വരികയാണ്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ന് ഒമാൻ്റെ തലസ്ഥാനമായ മസ്കറ്റിലെത്തുകയും ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കുകയും ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഒരു നല്ല രൂപത്തിലുള്ള നാവിഗേഷൻ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സംയുക്തമായിട്ടുള്ളൊരു എഫർട്ട് വേണം. ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും സ്വീകരിക്കുന്ന ഇപ്പോഴത്തെ നീക്കങ്ങളെ പ്രശംസിക്കുകയും അതിന് പരസ്പരം നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയും ഒമാനും അത്രയ്ക്ക് സൗഹൃദ രാഷ്ട്രങ്ങളാണ്, പൊതുവായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ആ ധാരണ തുടരുന്ന വിധത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ ചർച്ച ഇന്ന് മസ്കറ്റിൽ പുരോഗമിച്ചതും. കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞതാണ് ഈ ഇറാനിലെ ബുഷർ എന്ന മേഖലയിലുള്ള ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ അടുത്ത് ഡ്രോണുകൾ വന്നു വീണു, ആക്രമണങ്ങളുണ്ടായി, എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയോ എന്ന് അറിയില്ല എന്നൊക്കെ. ഇങ്ങനത്തെ വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോഴും റഷ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ സയൻറ്റിസ്റ്റുകൾ, തങ്ങളുടെ ജീവനക്കാർ അവിടെ നിന്ന് വിട്ട് റഷ്യയിലേക്ക് വന്നവർ അവരിതാ തിരിച്ചു പോകാൻ തുടങ്ങുന്നു, ഇറാനിലേക്ക് ബുഷർ പ്ലാന്റിലേക്ക് പോയി വീണ്ടും ജോലി ആരംഭിക്കാൻ പോകുന്നു എന്ന അറിയിപ്പ് വരികയാണ്. ഇറാൻ ഭരണകൂടവും വാർത്താ ഏജൻസികളും ഇന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏതെങ്കിലും വിധത്തിൽ ഇസ്രയേൽ ഇറാൻ്റെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഏതെങ്കിലും ആക്രമിക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടി കനത്തതായിരിക്കും, അതിന് മറുപടി പറയാൻ ഇസ്രയേലിന് പറ്റില്ലാത്ത വിധം ആക്രമിക്കും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. വിചാരിച്ചിരിക്കാതെ കഴിഞ്ഞ ദിവസം സംഘർഷാവസ്ഥ രൂക്ഷമായ സാഹചര്യത്തിൽ ഇനിയും ഹോർമൂസ് കടലിടുക്കിലൂടെ എണ്ണ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് സംശയിക്കുന്നൊരു സാഹചര്യം എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഒരു സ്റ്റെപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് 13 മില്യൺ ബാരൽ എണ്ണ ഒരു റിസർവ് പോലെ സംഭരിച്ചു വയ്ക്കാൻ ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അതും ദക്ഷിണേന്ത്യയിലാണ്. കേരള കർണാടക അതിർത്തി മംഗലാപുരത്തായിരിക്കും ഇങ്ങനെ റിസർവായിട്ട് ഇത്രയും എണ്ണ സൂക്ഷിക്കുക എന്ന് ONGC അറിയിച്ചിട്ടുണ്ട്. UAE കഴിയുന്ന ഇന്ത്യൻ പ്രവാസികൾക്കുള്ള പാസ്പോർട്ട് കോൺസുലർ സേവനങ്ങൾ അത് ലഭ്യമാക്കാൻ വേണ്ടി നിലവിൽ BLSO SGIVSO അങ്ങനെ ആരുമില്ല എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നും ഏജൻറ്റുമാരായിട്ട് ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും വ്യക്തമായി ഒരു അറിയിപ്പിലൂടെ ഇന്ത്യൻ എംബസി ഇന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. നേരിട്ട് കോൺസുലേറ്റിൽ, നേരിട്ട് എംബസിയിൽ ആ പ്രമേസസിൽ പോയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ വ്യക്തികളോ ഏജൻറ്റുമാരോ ഒന്നും തന്നെ നിയുക്തരായിട്ടില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അൽ ഹിന്ദിന് ഇതിൻ്റെ കോൺട്രാക്റ്റ് കിട്ടുകയും എന്നാൽ ഒരു ലീഗൽ വിവാദത്തിൽ ഏർപ്പെട്ടപ്പോൾ അതിൻ്റെ വിധി കാത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെന്നും നമ്മളെല്ലാവരും തിരിച്ചറിയണം. അതുകൊണ്ട് അപ്പോയിൻമെൻ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വ്യക്തികൾ സമീപിച്ചാൽ അതിന് ചെവിക്കൊള്ളരുത് എന്നാണ്. നേരിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാനുള്ള വെബ്സൈറ്റ് ആക്റ്റീവാണ്. അതുവഴി അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് രേഖകളുമായിട്ട് പോകുന്നൊരു സംവിധാനം മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു അവയർനെസ് റിലീസാണ് ഇന്ന് എംബസി നൽകിയിരിക്കുന്നത്. എല്ലാവരും അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Fisherman's Hub, Hashim Hypermarket.